ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നൊരു ഫുഡ് ബ്ലോഗിങ് ആയാലോ? ഞങ്ങൾ എത്തിയിട്ടുള്ളത് കോഴിക്കോടുള്ള ഫേമസ് ആയ ബിരിയാണിക്കൊക്കെ ഫേമസ് ആയ റഹ്മത്ത് ഹോട്ടലിലാണ്. തിരിച്ച് കായംകുളത്തേക്ക് പോകുന്നതിനെ കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഇവരുടെ ഓൾഡ് റഹ്മത്ത്, അതായത് മെയിൻ റഹ്മത്ത്, അവിടത്തേക്കാണ് വന്നത്. സമയം 12 മണിയായിട്ടുള്ളൂ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ചടങ്ങ് അവിടെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമല്ലോ. ഇവിടെ നമ്മൾ ആദ്യമായിട്ടൊന്നല്ല വരുന്നത്, 2-3 തവണ മുൻപ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഓർഡർ ആക്കിയെന്ന് വെച്ചാൽ ഒരു ബീഫ് ബിരിയാണിയും പറഞ്ഞ്, പിന്നെ ഒരു ഹാഫ് കല്ലുമ്മക്കായ ബിരിയാണിയും പറഞ്ഞ്, അങ്ങനെ ചൂടുവെള്ളമൊക്കെ കുടിച്ചിരിക്കുക സാധനം നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ആഹാ, എന്താ മണം! നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. കെട്ടിയാൽ ഇതാ കച്ചമ്പറും അച്ചാറൊക്കെ പ്ലേറ്റിലേക്ക് തട്ടി. മൂപ്പര് ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ഞാനാണ് കല്ലുമ്മക്കായ ഓർഡർ ചെയ്തത്. ഇന്നലെ തൊട്ട് കുറച്ചധികമായി ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നു. കല്യാണം പൊരേക്കുടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചിക്കൻ അടിച്ച്, പിന്നെ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് ചിക്കൻ ഇനി വേണ്ട, അതുകൊണ്ടൊരു ഒരു വെറൈറ്റിക്ക് കല്ലുമ്മക്കായ ആക്കിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ പ്ലേറ്റിലേക്ക് കച്ചമ്പറും അച്ചാർ ഞാൻ എടുത്തിക്കില്ല കേട്ടോ. അച്ചാർ എനിക്ക് അലർജിയാണ്, അതിനോട് താല്പര്യമില്ല, എന്താണെന്നറിയാം. അപ്പോൾ ഞാൻ കച്ചമ്പറിൻ്റെ പ്ലേറ്റിലേക്ക് തട്ടി, പിന്നെ മെല്ലെ ബിരിയാണി എടുത്തു. നോക്കൂ ഗൈസ്, നല്ല വലിയ വലിയ കടുക്കകൾ, കല്ലുമ്മക്കായ. എന്താ ഞങ്ങൾ കല്ലുമ്മക്കായ എന്നാണോ പറയുക, കടുക്ക എന്നാണോ പറയുക? നമ്മൾ എല്ലാം പറയും, കൂടുതലും കടുക്ക എന്നാണ് പറയൽ. അങ്ങനെ കടുക്ക ബിരിയാണി എടുത്ത് വായിലേക്ക് ഇട്ടു. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറയാലോ, ഒരു കോഴിക്കോട്ടുകാരി എന്ന നിലയിൽ നമുക്ക് ഇതിലും നല്ല ബിരിയാണീസ് പല പല ഹിഡൻ സ്പോട്ടുകളുണ്ട് കോഴിക്കോട്, അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. അവിടെയൊക്കെ നല്ല ബിരിയാണി, ഇതിലും നല്ല ബിരിയാണി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അങ്ങനെ ഞാൻ കെട്ടിയോൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ബീഫ് ബിരിയാണി കൂടി എൻ്റെ പ്ലേറ്റിലേക്ക് തട്ടി നോക്കി. എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടോയെന്ന് അതിനും നോക്കണമല്ലോ. അപ്പം ഞാൻ അത് നോക്കിയപ്പോൾ കല്ലുമ്മക്കായ ബിരിയാണിയെക്കാട്ടും കുറച്ചുകൂടി ടേസ്റ്റ് ബീഫ് ബിരിയാണിക്ക് ഉണ്ടെന്ന് തോന്നി. ബീഫ് ബിരിയാണി പിന്നെ എല്ലായിടത്തിലും ഉള്ള പോലെ തന്നെ നോർമൽ പ്രൈസ് തന്നെയാണ്. പക്ഷേ എന്നാലും നല്ലോണം റേറ്റ് കുറഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണികൾ ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോഴിക്കോടേക്ക് വരുന്നേരം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനത്തെ ഹിഡൻ സ്പോട്ടുകൾ സെർച്ച് ചെയ്തിട്ട് വേണം പോവാൻ. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കായിട്ടുള്ള ബില്ലും അതേപോലെ തന്നെ അവിടുത്തെ മെനുവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ.